മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റിയതുകൊണ്ടാണ് നിർണ്ണയം എഴുതാൻ പറ്റിയത്. അത് ഒരു ടോട്ടലി മെഡിക്കൽ സബ്ജക്റ്റാണ്, കിഡ്നി മാഫിയൊക്കെ ആയിട്ട്. അത് ഒരു ഇംഗ്ലീഷ് പടം എന്നെ കാണിച്ചത് അത് കണ്ട് കോപ്പി അടിച്ചതാണ്. ഞാനിവിടെ സത്യമായിട്ട് പറയും, അത് മാത്രമേ ഉള്ളൂ കോപ്പി അടിച്ചത്. കഥയായിട്ടും തിരക്കഥയായിട്ടും ഒക്കെ 15 സിനിമകൾ എഴുതി. അത് ഏറ്റവും ഇഷ്ടമുള്ള ഏതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലാൽ സലാമിനോട് നമുക്കൊരു അടുപ്പം വരുമല്ലോ. അതുപോലെ പക്ഷേ അതുപോലെ ഞാൻ എഴുതിയ സൂപ്പർ ഹിറ്റ് ഒന്നും ആയില്ലെങ്കിൽ സാക്ഷ്യം എന്ന് പറയുന്ന സിനിമയുണ്ട്, വളരെ മോഹൻ ഡയറക്റ്റ് ചെയ്തത്. അത് ഒരു റൈറ്റിംഗ് എന്നുള്ള നിലയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഫ്ലാഷ് ബാക്സും ഒക്കെ ഒന്ന് നല്ലൊരു അതിൻ്റെ ഒരു ഫോർമാറ്റ് നല്ലതായിരുന്നു. ഞാൻ സത്യമൊക്കെ ചെയ്ത് ടെക്സ്റ്റ് ബുക്കൊക്കെ പുതിയ വായിച്ച് ഫൈനൽ ഇയർ പഠിക്കാനായിട്ട് തുറക്കുകയും എനിക്കൊരു കോള്, ഐ ആം സുരേഷ് ബാലാജി ഫ്രം മദ്രാസ്. ലാൽ ടോൾഡ് മീ യു ഹാവ് എ ഗുഡ് സ്റ്റോറി, ക്യാൻ യു കം ടുമോറോ മോർണിംഗ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഗെറ്റ് യു ദ ടിക്കറ്റ്സ്. സുരേഷ് ബാലാജി വിളിക്കുന്നു, മോഹൻലാലിൻ്റെ പടം, എങ്ങനെ കളയും, മനസ്സിലായോ? നമ്മൾ ഫോൺ വെച്ചു, ഭാര്യ എന്നെ ഇങ്ങനെ നോക്കി, പോകുന്നില്ല എന്നുള്ളൊരു ലെവലിൽ പോയി പുസ്തകമൊക്കെ മറിച്ച് രാത്രി വിളിച്ച് പറഞ്ഞ് ഞാൻ കമ്മിക്കുന്നു. രാവിലെ ഫ്ലൈറ്റ് വന്ന് ഞാൻ പെട്ടെടുത്ത് ഞാൻ പോകുവാൻ ഒറ്റ ഓട്ടം. ഞാൻ പറയുന്ന മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലഘട്ടം ഞാൻ കാണുന്നത് നെടുമുടി വേണു, ഭരത് ഗോപി ഉണ്ടായിരുന്നൊരു കാലഘട്ടം. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ 2 കഷണ്ടി തലയന്മാരും സുന്ദരന്മാരല്ലാത്ത 2 പേരുമാണ് മലയാള സിനിമയുടെ നായകന്മാർ. ആലോചിച്ച് നോക്കി. അപ്പോൾ ഏത് കഥാപാത്രവും അവർ ചെയ്യുമായിരുന്നു, ആൻറ്റി ഹീറോ അല്ലേ, എന്ത് ചെയ്യുമായിരുന്നു. ഇന്ന് പറയും മമ്മൂട്ടി മോഹൻലാൽ അല്ലെന്നല്ല പറയുന്നത്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല, അത് മറക്കരുത്. അപ്പം നമ്മൾ ആക്ച്വലി ഒന്ന് ലാലും മറ്റത് മമ്മൂട്ടിയാണ് മനസ്സിൽ കണ്ടത്. ടി വി തോമസിൻ്റെ ക്യാരക്ടർ മമ്മൂട്ടിയാണ്. അതിൻ്റെ ഏതോ ഒരു നിമിഷം ഞങ്ങൾക്ക് കണ്ടിട്ട് തോന്നി ഇയാളൊരു സഖാവല്ലേ, സഖാവിൻ്റെ ഒരു ചേഷ്ടകളും സംസാരങ്ങളും എല്ലാം അറിയാം, എന്തുകൊണ്ട് ഈ ക്യാരക്ടർ നമുക്ക് മുരളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടാ എന്ന് ഞങ്ങളോട് ഒരുമിച്ചാണിത്. അയാൾ മുരളി ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പം എന്നെ ഇങ്ങനെ മേടിച്ചിട്ട് ഞാനാ മേടിച്ചിട്ടുള്ളൂ, ശരിയാച്ചാ ഞാൻ പറഞ്ഞു മേടിച്ചിട്ടാ ഇതാ അവൾ മുരളി കാസ്റ്റ് ചെയ്യുക. മുരളി പിറ്റേ ദിവസം വന്നപ്പോൾ പറഞ്ഞു മുരളിയെ ചെയ്യും. മുരളിയുടെ സന്തോഷം തന്നെ അറിയും, കാരണം ഒരു വലിയ ക്യാരക്ടറാണ് ചെയ്യുന്നത്, നല്ല ഒരു സഖാവ്. പക്ഷെ മുരളി അത് 100% അതിന് നീതി പാലിച്ചല്ലോ. അങ്ങനെയാണ് ലാൽ സലാമിലേക്ക് മുരളി വരുന്നത്. അപ്പം അന്ന് ഞങ്ങളുടെ പ്രശ്നം വെച്ചാൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അവസാനം ഒരുപാട് സീൻസ് വെട്ടി മുറിച്ച് കളയേണ്ടി വന്നു. കാരണം 3 മണിക്കൂറും തീരത്തില്ല, അതുപോലെ മെറ്റീരിയൽ കിടപ്പുണ്ട്. അങ്ങനെ ലാൽ സലാമിലേക്ക് വന്ന് അപ്പം ആയുധപട സർവകലാശാല ഇട്ട് ലാൽ സലാം പെട്ടെന്ന് നമ്മളൊരു സെലിബ്രിറ്റി ആയിട്ടൊക്കെ മാറുക. അവരെ മനസ്സിലായി. അപ്പം MBBSൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ 24 hours പഠിക്കണം. അപ്പോൾ അവിടുത്തെ ഹോസ്റ്റലിലെ പിള്ളേരെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 8 മണിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് റെഡിയായി 8 മണിക്ക് ക്ലാസ്സിന് പോകും. ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് വന്ന് വെച്ച് കാപ്പി പിടിച്ച് കിടന്ന് ഒറ്റ ഉറക്കം ഉറങ്ങിയിട്ട് ഒരു 7 മണിക്ക് എഴുന്നേറ്റിട്ട് ഒറ്റ ഇരിപ്പാണ് 2 മണി വരെ എല്ലാ ദിവസവും. അങ്ങനെ പഠിച്ചെങ്കിലേ ഇത് നല്ല ലെവൽ വരത്തുള്ളൂ. അപ്പോൾ അവർ എൻജോയ് ചെയ്ത് ഞായറാഴ്ചകൾ അവർ ലൈബ്രറി പോകും. വല്ലപ്പോഴും ഒരു സിനിമ കണ്ടെങ്കിലായി. ഞാനിവിടെ സകല പടവും കണ്ട് ഈ ഇവരുടെ കൂടെ വെള്ളം അടിച്ച് നടക്കുക. അത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്യാരക്ടറും MBBSോട് ഒരിക്കലും ചേരത്തില്ല. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇത് തെറ്റായ സ്ഥലത്താണ് നമ്മൾ വന്ന് ചാടിയേക്കെന്ന് മനസ്സിലാവണം നിൽക്കട്ടെ. അപ്പോൾ ലാൽ സലാമിനെ കഴിഞ്ഞതോടുകൂടി പിന്നെ നമ്മുടെ സൈക്കോളജിക്കലി നമ്മുടെ മനസ്സങ്ങ് ട്യൂൺ ചെയ്യാൻ തുടങ്ങും. നമ്മൾ കഥകൾ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ അതെങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്നും അത് വന്ന് കയറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ട്യൂൺഡാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ MBBSന് ചേർന്നത് സൈക്യാട്രിക്ക് പോകാൻ എനിക്ക് അത് വലിയ താല്പര്യമായിരുന്നു. കൊച്ചിലെ നല്ല വിക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതെന്താ മനഃശാസ്ത്രം അറിയാൻ വേണ്ടിയുള്ള ഇപ്പം മനഃശാസ്ത്രജ്ഞന്മാരോടൊക്കെ ഭയങ്കര അടുപ്പുണ്ട്. PM മാത്യു വലിയൊരുപാട് ഞാൻ ഭയങ്കര അടുപ്പമായിരുന്നു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ ബ്രദർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു, വലിയ ഫേമസ് ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ അവർ രണ്ടും കൂടെ എന്നെ MBBS കഴിഞ്ഞാൽ പുറത്ത് വിടാനൊക്കെ ഉള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഉള്ളടക്കത്തിൻ്റെ ഒരു ത്രെഡ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ദിവസം PM മാത്യു സാറിനെ കാണാൻ പോയപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോന്നു, കരഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഞാൻ സാറേ ഇതെന്തോ സംഭവം, ഇതൊന്നും പറയേണ്ടടാവേ, രാമേന്ദ്രനെ മറക്കാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അവൾ എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ 5-6 സിറ്റിങ് കൊണ്ട് ഒരു തരത്തിൽ രാമേന്ദ്രനെ മറപ്പിച്ചു, പ്രേമം. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ അവൾ പറഞ്ഞു എനിക്കിപ്പോൾ സാറിനെ മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു ചില ഭയങ്കര അപകടമുണ്ട്, ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്.
കണ്ടാൽ ഒരുപോലെ ഇരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ചേഷ്ടകളായിരിക്കാം, നമ്മുടെ വോയിസ് ആയിരിക്കാം. ആ പഴയ കാമുകൻ്റെ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ആ പ്രണയം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നമ്മളതിനെ ശകലം ഒന്ന് തിരികെത്തിച്ച് കൊടുത്താൽ പിന്നെ അത് വിട്ടുമാറത്തില്ല. ഒരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഏറ്റവും സൂക്ഷിക്കേണ്ട അവരുടെ രഹസ്യങ്ങൾ മുഴുവൻ നമ്മുടെ അടുത്ത് പറയും. നമ്മളോട്ടൊക്കെ മെയിൻ അറ്റാച്ച്ഡ് ആവും. നമ്മൾക്ക് ഇത് വെറും പ്രൊഫഷനാണ്, ഇത് പ്രൊഫഷനല്ല. അവരെ സംബന്ധിച്ചുള്ള ഇത് പേഴ്സണലാവും. അപ്പം ആ കുട്ടി പയ്യെ എൻ്റെ അടുത്ത് അടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാനങ്ങ് പറഞ്ഞു വിടുമായിരുന്നു. അതിൻ്റെ കരച്ചിലാണ് ഞാൻ കണ്ടത്. ഇതെന്നെ സ്ട്രൈക്ക് ചെയ്തു. എടാ, ഇങ്ങനെ ഒരു ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് അതിങ്ങനെ നമ്മൾ വർക്ക് ചെയ്താണ് ഉള്ളടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അത് വേണിച്ചേട്ടന് പറ്റുന്നൊരു സിനിമയല്ല അത്. കാരണം അത് വേറെ കമലിനോട് പറഞ്ഞാൽ. അപ്പം ഞാൻ എപ്പോഴും ഷൂട്ടിങ് നടക്കുമ്പോൾ ലാലുമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവാനസി പഠിക്കുമ്പോൾ ലാല് MG കോളേജ് പഠിക്കുക, ഒരേ പ്രായമാണ്, ഒരേ ബസ്സിൽ യാത്ര ചെയ്യുക, സ്ഥിരം കാണും. ലാലിങ്ങനെ മുടിയൊക്കെ വളർത്തി ബുക്കൊക്കെ ആയിട്ട് ബുക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക, പിന്നെ ഈ മറ്റേ കയറുന്ന ബോർഡേ കയറി നിൽക്കുക, ഈ പെണ്ണുങ്ങൾ പെൺപിള്ളേർ പോകുമ്പോൾ ഭയങ്കര. അപ്പോൾ നമുക്ക് ലാലിനോട് എന്നാൽ സിനിമ നടനാകുന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ഭയങ്കര രസികനായ ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ഞങ്ങൾ അന്നേ പരിചയമുണ്ട്. അപ്പോൾ അന്ന് കോഫി ഹൗസിൽ മറ്റേ ഗ്യാങ് എല്ലാം കൂടെ കൂടുമ്പോൾ ഞാൻ ലാലിനോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് എനിക്ക് നടനാകണം. അപ്പം നമ്മൾ ഈ മോഹൻലാലിനെയും മമ്മൂട്ടിയും കണ്ട് അല്ല അതിന് മുമ്പ് സോമേട്ടനും പ്രേംനസറുണ്ട്. ഇയാൾക്കെങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, ഇയാൾ വലിയ ആർട്ടിസ്റ്റ് നമ്മൾ അറിയുന്നില്ല. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജ് കയറി പുള്ളി പഠിക്കുക. ഞാൻ പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണുമ്പോൾ ഞെട്ടുകയാണ്, നമ്മുടെ ലാലല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണിച്ചേട്ടൻ്റെ ആദ്യത്തെ പടത്തിന് തന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ഇച്ചിരി ഇതുപോലെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ സർവകലാശാലയായപ്പോൾ ഞാൻ സിനിമയിൽ കയറി. അപ്പോൾ ആ ബന്ധം കൊണ്ടപ്പോൾ ലാൽസലാം വന്നു. ലാൽസലാമിൻ്റെ കഥയൊക്കെ നറേറ്റ് ചെയ്തു. അപ്പോൾ ലാൽസലാം സമയത്ത് ഞാൻ ഉള്ളടക്കത്തിൻ്റെ ത്രെഡ് പറഞ്ഞിരുന്നു, ഇങ്ങനെ സംഭവം കൊള്ളാമല്ലോ ഒന്നും അത്രയല്ല. അങ്ങനെ ലാലങ്ങനെ എക്സ്പ്രസ് ചെയ്തില്ല. ഞാനങ്ങനെ ഫൈനൽ ഇയർ വരെയൊക്കെ പോയി. അപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞു. അപ്പം ഭാര്യ കൈയടി സത്യം ചെയ്യിച്ചു, ഇനി സിനിമയ്ക്ക് പോകത്തില്ല. കാരണം അവർ ഡോക്ടറെ കൊണ്ട് കെട്ടിച്ചേ. നമ്മൾ നമ്മുടെ അമ്മായിപ്പനും അമ്മായിമ്മയോടും ചെയ്യുന്ന ഭയങ്കര ചതിയല്ലേ. കാരണം അവർ സിനിമാക്കാരനാണ് കെട്ടിക്കത്തില്ല. അവർ വർഗീസ് മകനും ഡോക്ടറാകാൻ പോകുന്ന ചെറുപ്പക്കാരനെ കൊണ്ടാണ് കെട്ടിച്ചേക്കുന്നത്. ഞാൻ സത്യമൊക്കെ ചെയ്ത് ടെക്സ്റ്റ് ബുക്കൊക്കെ പുതിയ വായിച്ച് ഫൈനൽ ഇയർ പഠിക്കാനായിട്ട് തുറക്കുകയും എനിക്കൊരു കോള്. ഐ ആം സുരേഷ് ബാലാജി ഫ്രം മെഡ്രാസ്. ലാൽ ടോൾഡ് മീ യു ഹാവ് എ ഗുഡ് സ്റ്റോറി. ക്യാൻ യു കം ടുമോറോ മോർണിംഗ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഗെറ്റ് യു ദ ടിക്കറ്റ്സ്. സുരേഷ് ബാലാജി വിളിക്കുന്നു, മോഹൻലാലിൻ്റെ പടം എങ്ങനെ കളയും, മനസ്സിലായോ? നമ്മൾ ഫോൺ വെച്ചു. ഭാര്യ എന്നെ ഇങ്ങനെ നോക്കി, പോകുന്നില്ല എന്നുള്ളൊരു ലെവലിൽ പോയി. പുസ്തകമൊക്കെ മറിച്ചേച്ച് രാത്രി വിളിച്ച് പറഞ്ഞ് ഐ ആം കമ്മിങ് എന്ന്. രാവിലെ ഫ്ലൈറ്റ് വന്ന് ഞാൻ പെട്ടിട്ട് ഞാൻ പോകുവാൻ ഒറ്റ ഓട്ടം. ഇപ്പോൾ ഒറ്റ കരച്ചിൽ. കാരണം ഭർത്താവ് നശിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് എൻ്റെ സംഭവം. നമുക്കിത് എങ്ങനെ കളയാൻ പറ്റും? ആ പോക്ക് പോയി. പിന്നെ വരുന്ന ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ ഡിസ്കഷൻസ്, കമൽ വന്നു, ലാല് വന്നു. അതിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങിയല്ലോ. പിന്നെ തിരിച്ചു വന്നു, അതും കയറി സൂപ്പർ ഹിറ്റ് അടിച്ചു. പിന്നെ കോൾസ് വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ഫൈനൽ ഇയർ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പോസ്റ്റിംഗ് കഴിഞ്ഞിട്ടേ, മെഡിസിൻ സർജറി ഗൈനക്കിൻ്റെ എല്ലാം കഴിഞ്ഞു. 10 പ്രസവമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത പടങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മെഡിസിൻ പയ്യെ വിട്ടിട്ട് നമ്മൾ ഇതിനകത്തങ്ങ് ആയി. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് മോഹനോട് പഴയ പരിചയമല്ലേ, എടാ നീ ഇപ്പോൾ വലിയ എഴുത്തുകാരനൊക്കെ, എടാ നീ എനിക്കൊരെണ്ണം ആലോചിക്കിടാന്ന് പറഞ്ഞു. അതാണ് പക്ഷേ. അപ്പോൾ ആ ത്രെഡ് വന്ന് ഞാൻ പോയി ലാലിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അന്ന് പക്ഷേ ചെയ്യുമ്പം IAS ഓഫീസറായിട്ടല്ല ലാല് ചെയ്യുന്നത്. അപ്പം അന്ന് മമ്മൂട്ടി അല്ലാണ്ട് ഈ ക്യാരക്ടർ ആലോചിക്കാൻ ഒക്കത്തില്ല. ലാലിനെ പോലെ ലാൽ 20-ാം നൂറ്റാണ്ട് ഇടിയും കുത്തും വെട്ടും. പക്ഷെ ലാലിൻ്റെ കപ്പാസിറ്റി അതാണ്. നമുക്ക് ഉറപ്പുണ്ട് ലാലിനെ കൊണ്ട് ചെയ്യിക്കാൻ വരുന്നത്. ലാൽ എന്ത് ഗംഭീരമായിട്ട് IAS ഓഫീസർ ചെയ്തു. വളരെ സബ്ഡ്യൂഡ് ആക്ടിങ്ങും. അപ്പോൾ അത് ഈ ലാലിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. ലാൽ സലാമിന് ഒരു വളരെ ഫേമസ് ആയിട്ടൊരു സീനുണ്ട്. ഞാൻ വിളിച്ചിട്ടുള്ളതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതുലക്ഷ്മി വിളിച്ചിട്ടില്ല, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും, ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു വലിയ സീനാണ്. മന്ത്രി കസേരയിൽ ഇരുന്നോണ്ട് സേതു നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. അത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ തമ്മിൽ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് എന്തോ തമാശ ചിരിച്ചു കളിച്ചു. മേടിച്ചാൽ പറഞ്ഞു, എല്ലാവരെ റെഡി അണ്ണ എന്താ വരുന്നത്. അപ്പോൾ ഏതോ ഒരു തമാശയുടെ പകുതി നിർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ ചെല്ലുന്നിട്ട് ആള് മാറുകയല്ലേ. ഈ സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. ഇത്രയും ഇത് എങ്ങനെ കാണാൻ പഠിച്ചു.
അവിടെ പോയ ഫേസൊക്കെ ചൂടായിട്ട് അവരുടെ അടുത്ത് ഞാൻ പറയുന്ന വായിൽ തല്ലി അടച്ചിട്ട് ടക്കം തിരിച്ചു വന്നിട്ട് അണ്ണ എന്നിട്ടേ മറ്റേൻ്റെ ബാക്കി പറയുന്നത്. എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ അതിൽ നിൽക്കുക. കാരണം ഇങ്ങനെ മാറാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ജീവിതം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷേ എഴുതുമ്പോൾ എനിക്ക് മോഹൻ ഷുവറാണ് വെച്ചാൽ ലാൽ ഇത് കലക്കി. അപ്പോൾ ഏത് ലെവലിലേക്ക് ലാലിനെ മനസ്സിലായി, ഒരു കളിമണ്ണ് പോലെ അത് പാത്രക്കാരനെ ഏത് ലെവലിലോട്ടും മാറ്റിയെടുക്കാം. അപ്പോൾ പക്ഷേയായി ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവിടെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം. ഒന്ന് ഈ IAS അല്ലെങ്കിൽ വലിയ MD ഒക്കെ എടുക്കുമ്പോൾ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വലിയ വീടുകളിൽ നിന്ന് വന്ന് പർച്ചേസ് ചെയ്യും മരുമകനെ. പക്ഷേ അയാൾക്കൊരു ഒരു പ്രേമം കാണും, അയാൾക്ക് ഒരുപാട് പെങ്ങന്മാരെ കെട്ടിക്കാൻ കാണും, ഒരുപാട് സാമ്പത്തിക ബുദ്ധി കാണും, ഇയാൾ ബലിയാടാവും. ഇങ്ങനെ ഒരുപാട് ബലിയാടുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇത് പറയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വലിയ ദേഷ്യം. പഠിക്കുന്ന കാര്യത്തിൽ പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നഷ്ടപ്പെട്ടിട്ട് എൻ്റെ രണ്ടാമത് ഒരിക്കൽ കൂടി ചാൻസ് വന്നിട്ടും കേട്ടാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് സിനിമയായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ എത്തിയിട്ടില്ല. ആ 2 പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന നമ്മൾ പിന്നെ സന്തോഷമായിട്ട് എല്ലാം കഴിച്ച് ആ കുട്ടി കയറി കെട്ടിയും പോയി, കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രണയനഷ്ടത്തിൻ്റെ ഒരു വേദന എല്ലാവർക്കും ഉണ്ടല്ലോ. പ്രണയത്തിൻ്റെ ശവകുടീരങ്ങൾ ഇല്ലാത്ത ആരുമില്ല, എല്ലാവരുടെയും മനസ്സിൽ ശവകുടീരം എവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് ഞാൻ എല്ലാവരും കമ്പൈൻ ചെയ്തു. ഇല്ല, അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ അനുഭവിച്ച ആ വേദനയും ഇതുപോലെ ബലിയാടാകുന്ന വാരിക്കുഴി ചെന്ന് വീഴുന്നവരുടെ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ലാലും ഇങ്ങനെ ഇഷ്ടപ്പെട്ടു, മോഹൻ അത് ഗംഭീരം ഡയറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ലാൽ സലാമിൽ ചെയ്യാതെ പോയതുണ്ടല്ലോ. ഇപ്പോൾ കുട്ടനാട്ടിൽ കർഷകത്തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാക്കിയതിൻ്റെ കഷ്ടപ്പാടെല്ലാം കൂടെ അത് ലാൽ സലാമിൽ കയറ്റാൻ പറ്റിയില്ല, കാരണം നടക്കത്തില്ല. അപ്പം ലാലോട് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്താലോ. അപ്പോൾ പുന്നപ്രവയലാറും എല്ലാം കൂടെ ഫിക്സ് ചെയ്ത് മറ്റേ മണിയുടെ സാധനം CPI വെട്ടിയതും നമുക്ക് ഈ ഫുൾ ചരിത്രം അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ടാണ് അതുണ്ടായത്. അത് രസം വെച്ചാൽ ലാൽ സലാം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് രക്തസാക്ഷി ഉണ്ടാകുന്നത്. ആദ്യം രക്തസാക്ഷികളാണ് കാണേണ്ടത്. ആക്ച്വലി പീരീഡ് വൈസ് ക്രോണോളജിക്കലി അതാണ് കറക്റ്റ്. അത് കണ്ടിട്ട് വേണം ലാൽ സലാം. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം മുഴുവൻ 2 പടങ്ങളിലൂടെ നമ്മൾ ഇനിയൊരു പടം ചെയ്യാനൊക്കെ എല്ലാവർക്കും അടുത്തത് മാക്സ് നമ്മൾ വലിച്ചു കഴിഞ്ഞു. എന്നോട് SL പുരം പറഞ്ഞു, എടാ നീ ഭാഗ്യവാനാ, കാരണം SL പുരം അതിനകത്ത് ഉണ്ടായിരുന്ന. SL പുരം എന്തൊരു റൈറ്ററാണെന്നറിയോ. ഞാൻ അയാളുടെ മുന്നിൽ ആരുമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അയാൾക്ക് വേൾഡ് ഞാനിത് മിസ് ചെയ്തു പോയി. പുള്ളി പുന്നപ്ര വയലാറിൽ എടുത്തു കൊടുക്കാനൊക്കെ കൊണ്ടുവന്ന ആളാണ്. പുള്ളിക്ക് എന്നെക്കാൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളാണ്. പക്ഷെ പുള്ളിക്ക് എഴുതാൻ പറ്റിയില്ല. കാലഘട്ടത്തിൻ്റെ ഒരു ചേഞ്ച് വരും. അന്ന് ആഹാരമായിരുന്നു വലുത്, കിടപ്പാടമായിരുന്നു വലുത്, പട്ടിണിയായിരുന്നു വലുത്. ഇപ്പം അത് മാറി. മാർക്സ് എഴുതുമ്പോഴും മനുഷ്യൻ്റെ ജീവിക്കാൻ വേണ്ടിയുള്ള മിനിമം കാര്യത്തിന് വേണ്ടി ഓടുന്ന സമയമാണ്. ഇപ്പം കമ്പ്യൂട്ടർ യുഗം വന്നതോടുകൂടി കാലം മാറി. പിന്നെ മനുഷ്യൻ്റെ മനഃശാസ്ത്രം മാറി, എല്ലാം മാറി. ഇപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ, പേര്, സെല്ലില്ലാത്ത ആരാ? തെങ്ങ കയറുന്നവർ മേളിൽ നിന്നുകൊണ്ട് തെങ്ങിൽ സംസാരിക്കും. അപ്പോൾ കാലഘട്ടം മാറി. എല്ലാവർക്കും പേര്, പ്രശസ്തി, കാശ്, പരിപ്പോടെയും കട്ടൻ ചായയും കുടിക്കുന്ന കാലം മാറി. ഇപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് മാറി. അപ്പോൾ ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം. പിന്നെ അത് എത്രമാത്രം വേണമായിരുന്നു, എത്രമാത്രം അങ്ങ് വലത്തോട്ട് പോകണമായിരുന്നു എന്ന് ഓരോ സഖാക്കളും ചിന്തിക്കണ്ടേ. അത് നമ്മൾ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാലഘട്ടത്തിൻ്റെ ഒരു ചേഞ്ച് വന്നു. അതിൻ്റെ ഒരു ഫിലോസഫി മാറി. ഈ കമ്പ്യൂട്ടർ സെല്ലും വന്നതോടുകൂടി കാര്യങ്ങൾ മൊത്തം മാറിയില്ലേ, മനുഷ്യബന്ധങ്ങൾ മാറിയില്ലേ. ഇപ്പം അപ്പനും അമ്മയും മക്കളോട് കാപ്പ് കുടിക്കരുത്, എല്ലാവരും ഇത് തോണ്ടിക്കൊണ്ടിരിക്കുക. ഫുഡ് വരുമ്പോഴും നോക്കിക്കൊണ്ട് കഴിക്കുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം നമ്മൾ എവിടെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബലക്ഷയമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവപ്പെട്ട സ്വപ്നമായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതെ ആയിരുന്നു. അല്ല, ഞാനൊരു ഇടതുപക്ഷ സഹയാത്രി ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പൊളിറ്റിക്സിനകത്തോട്ട് കയറി MLA ആകാനോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, മുരളിയെ ഇവിടെ മത്സരിപ്പിക്കാൻ VS എന്നോട് നേരിട്ട് പറയുകയാണ്. എന്നെ വിളിപ്പിച്ച് പറഞ്ഞു, ചിരാജ ഞാൻ നിന്നെ ഒരു കാര്യം ദൗത്യം ഏൽപ്പിക്കുകയാണ്. നമുക്കിവിടെ അടുത്ത പ്രാവശ്യം സുധീരനെതിരെ മുരളി മത്സരിക്കണം. നീ അയാളെയും കൊണ്ട് വന്നേ ഒക്കൂ. കാരണം അന്ന് വേറൊരു ക്യാരക്ടറില്ല. ഞാൻ പോയി മുരളി എടുത്ത് പറയുന്നു, മുരളി എൻ്റെ ചെറിയാച്ച ഞാനില്ല. കാരണം ആരുടെ മത്സരിക്കണ്ടേ? സുധീറിൻ്റെ അടുത്ത്. സുധീരൻ വന്നോ സ്ഥിരമായി MP ആയിട്ട് നിൽക്കുക.
അപ്പോൾ ഞാൻ പറഞ്ഞു തോൽക്കുവോ ജയിക്കുമോ എന്നുള്ളതല്ല വിഷയം, പാർട്ടി ഒരു അംഗീകാരം തരുമല്ലേ. അദ്ദേഹത്തിനെതിരെ നമ്മൾ മത്സരിക്കുന്ന ആരെടുത്താ, ഒരു ആനയെടുത്താ, തോറ്റാലെന്താ. അതിങ്ങനെ ആലോചിച്ചു. ഞാൻ പോയി മേടിച്ചേട്ടൻ പറഞ്ഞു, ഞാൻ പി ശ്രീകുമാറുണ്ട്, ഞങ്ങൾ അപ്പോൾ ഒറ്റ കണ്ടീഷൻ, മുരളി നിങ്ങൾ 3 പേരും നിഴല് പോലെ എൻ്റെ കൂടെ കാണണം. ഒന്നാതെ എന്താ ഞാൻ ഒരു കാര്യം പറയാം, സിനിമാ ലോകവും സിനിമാ ജീവിതത്തിൻ്റെ സുഖവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് കടന്ന് പ്രസംഗിച്ച് ഓടി നാട്ടുകാർ മുഴുവൻ, ഒരു പ്രൈവസി ഇല്ല, സമാധാനമായിട്ട് ഒരു സ്മോൾ അടിക്കാൻ നോക്കുമോ. ഈ സിനിമ എന്ന് പറഞ്ഞാൽ രാവിലെ ഷൂട്ടിങ് കഴിഞ്ഞു, എല്ലാവരും ചിരിച്ചു കളിച്ചു, വൈകുന്നേരം വന്ന് കുളിച്ചു, ഒരു സാധനം പൊട്ടിച്ചു, എല്ലാവരും കൂടി പാട്ട് പാടിച്ച്, ഈ ലോകമല്ല ലോകം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 3 പേരും സുഹൃത്തുക്കളായിട്ട് കൂടെ ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ സത്യം ചെയ്ത് ആദ്യത്തെ 1 മാസം ഇവിടെ താമസിച്ചത്. അപ്പോൾ അപ്പോൾ രാത്രി ആകുമ്പം വൈകുന്നേരം ആകുമ്പം ഞങ്ങളിങ്ങി പോരും. എന്നാലും രാത്രി സഹാക്കൾ കാണാൻ വരും. അപ്പോൾ രാത്രി പിന്നെ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ പറഞ്ഞാൽ വീച്ചാറൊക്കെ, അല്ലെങ്കിൽ സഖാവ് വെള്ളമായിരുന്നെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കി, ഇത് നമുക്ക് നമ്മുടെ മനഃശാസ്ത്രത്തിന് പറ്റിയ ഒരു കാര്യമല്ല. 2 കാര്യങ്ങൾ വേണം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട്. ഒന്ന് ഭയങ്കരമായ ശാരീരിക ആരോഗ്യം വേണം. കാരണം നമുക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ വാതിൽ തുറക്കുമ്പോൾ ഫ്രണ്ടിൽ ആൾ കാണും. പിന്നെ ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കഴിക്കുമ്പോൾ ഫോൺ വരും. നമ്മൾ കഴിച്ചുകൊണ്ട് ഇത് എന്താ കഴിക്കുന്നത് പോലും ഇവരറിയുന്നില്ല, ടേസ്റ്റ് അറിയുന്നില്ല. കുടുംബജീവിതം 0. പിന്നെ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പം നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട മറ്റേ പാർട്ടിക്കാരനെ അല്ല, നമ്മുടെ പാർട്ടിക്കാരനെയാണ്. കാരണം ചതിയും വഞ്ചനയും എല്ലാ രാഷ്ട്രീയത്തിലുമുണ്ട്. അപ്പോൾ ഇതിനെ തടയിടാനുള്ള മാനസികാരോഗ്യം വേണം. നമ്മളൊക്കെ കൊച്ചു കാര്യങ്ങൾ കേട്ടാൽ തളർന്നു പോകുന്ന ആളാണ്. അപ്പോഴേ ഞാൻ കണക്കാക്കി നമുക്ക് പറ്റിയൊരു പണിയില്ല, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ച്. തന്നെയല്ല കലാകാരൻ്റെ ഞാൻ രാവിലെ ഉണർന്നു കഴിഞ്ഞാലേ തൊട്ടപ്പുറത്തൊരു മാവുണ്ട്, അവിടെ കുറേ കിളികൾ വന്നിരുന്ന് രാവിലെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അത് കേട്ട് കിടക്കുക എന്ന് പറയുന്നൊരു സുഖമുണ്ടല്ലോ, അത് നമുക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. മറ്റത് രാവിലെ അവിടെ ആൾ ബെല്ലടിക്കും, ഒരു കുരുവിയുടെ ശബ്ദം ഞാൻ പറയട്ടെ, ഒരു കുളി ആസ്വദിക്കാൻ പറ്റുമോ? ഞാൻ ഉമ്മൻചാണ്ടി സാറിനൊക്കെ ഓർത്തിട്ടുണ്ട്. പ്രൈവസി എന്ന് പറയുന്ന ഒരു സെക്കൻഡ്, ബാത്റൂമിൽ പോയി ആ സമയത്ത് മാത്രം പ്രൈവസി, അത് ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പുള്ളി എൻജോയ് ചെയ്തിരുന്നു. നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് പോരുന്നു. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷ സഹയാത്രികൻ, അവരുടെ എല്ലാ കാര്യത്തിനും ഉണ്ട്. ഇലക്ഷന് പോകും, ജയിക്കാൻ വേണ്ടി എല്ലാം ചെയ്ത് വെക്കുക. ആ പിതാവിൻ്റെ ചെങ്കൊടി പിടിച്ച് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലഘട്ടം ഞാൻ കാണുന്നത് നെടുമുടി വേണു, ഭരത് ഗോപി ഉണ്ടായിരുന്നൊരു കാലഘട്ടം. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ 2 കഷണ്ടി തലയന്മാരും സുന്ദരന്മാരല്ലാത്ത 2 പേരുമാണ് മലയാള സിനിമയുടെ നായകന്മാർ. ആലോചിച്ച് നോക്കി. അപ്പോൾ ഏത് കഥാപാത്രവും അവർ ചെയ്യുമായിരുന്നു. ആൻറ്റി ഹീറോ അല്ലേ, എന്ത് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞ് മമ്മൂട്ടി മോഹൻലാൽ അല്ലെന്നല്ല പറയുന്നത്, അവരെ പോലെ തന്നെ ഈക്വലൻ്റായിട്ട് ഒരു മമ്മൂട്ടി മോഹൻലാലും വന്നു. ഇപ്പോൾ വടക്കൻ വീരഗാഥ ഇത് നെടുമുടിക്ക് ചെയ്യാനൊക്കുമോ, അല്ലെങ്കിൽ ഗോപിയേട്ടനെ ചെയ്യാനൊക്കുമോ? വള്ളം പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ അപ്പോൾ അത് മമ്മൂട്ടി ചെയ്യണം. അല്ലെങ്കിൽ ഒരു കിരീടം അത് മോഹൻലാൽ ചെയ്തേക്കത്തുള്ളൂ. അപ്പം ഇവർ ഈക്വൽ ഇവർക്ക് പുരുഷ സൗന്ദര്യവും അഭിനയ തികവും കൂടെ രണ്ടും ഒരുമിച്ച് കിട്ടി. അതുകൊണ്ടാണ് ഇവർ 2 പേരും ഇത്രയും കാലഘട്ടം നിന്ന്. ഇനി ഇതുപോലെ ഈ 2 പേരെ പോലെ ആരും നിൽക്കാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. പിന്നെ അവരുടെ ഡെഡിക്കേഷൻ. ഞാൻ ലാലിനെ കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വ്യക്തിമായിട്ട് പറയാനുള്ളത്, ബാക്കി പല കാര്യങ്ങളും പലതും ഉണ്ടാവും. രാവിലെ 5:30 എന്ന് പറഞ്ഞാൽ പുള്ളി റെഡി. ഞാൻ ഉള്ള പടങ്ങൾക്ക്, എൻ്റെ പടങ്ങൾക്ക് ഞാൻ കൂടെ കിടക്കുന്നത്, എന്നെ ഇഷ്ടമാണ്. ചിരാച്ചൻ എൻ്റെ മുറിയിൽ എന്ന് പറയും. എനിക്ക് പറ്റത്തില്ല. രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് എനിക്ക് ബാത്റൂമിൽ 2-3 പ്രാവശ്യം പോകണം. അങ്ങനെ അയാൾ ചിരാച്ചൻ കിടന്നു. രാവിലെ പുള്ളി 4:30 എഴുന്നേറ്റ് പറയുന്ന സമയത്ത് കാറുമായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കാണും. ആ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഭീകരമാണ്. 2 101 പനിയുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. മഴ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ നമ്മൾ കാരണം എത്രയോ ആർട്ടിസ്റ്റ് വന്നതാണ്, വേറെ ആരും ചെയ്തില്ല. 101 പനിയും കൊണ്ട് ഇങ്ങനെ കിട്ടുന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യുക, മരുന്ന് കഴിക്കുക. അതൊക്കെ ഭയങ്കര ആ ഡെഡിക്കേഷനാണ് ലാലിനെ ഇവിടെ എത്തിച്ചത്. നമ്മളിപ്പോൾ കാണുന്ന ലാലിൻ്റെ പേരും പ്രശസ്തിയും കാശും എല്ലാം വന്ന് മറിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കാലഘട്ടം, ഇത്രയും കൊല്ലത്തെ ഇതിൻ്റെ പുറകെ കിടക്കുന്ന ഒരു ഇതിനു വേണ്ടി കിടന്ന കഷ്ടപ്പെട്ടൊരു കാലഘട്ടമുണ്ട്. അത് കണ്ടവർക്കേ അത് അറിയത്തുള്ളൂ. അത് ഇന്നത്തെ പുതിയ പയ്യന്മാർക്കൊന്നും അറിയത്തില്ല. അവരിങ്ങനെ കഷ്ടപ്പെടാൻ ഇങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ അതാണ് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചു കേട്ടോ. അതിന് യാതൊരു ഡൗട്ടും വേണ്ട. സിനിമയിലിപ്പം
ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പഴയ സിനിമയും പുതിയ സിനിമയും. നമ്മൾ ഈ പറഞ്ഞ കാലഘട്ടത്തിൻ്റെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. പുതിയൊരു തലമുറ വന്നു, ആ തലമുറയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രണയത്തിൽ തന്നെ ഞാൻ പറയട്ടെ, അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രേമലേഖനം എഴുതി, എൻ്റെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ പഠിച്ച അങ്ങനെയാണ്. നമ്മുടെ ഹൃദയത്തിലെ പ്രണയം മുഴുവൻ ഒരു 10 വരിയിൽ എഴുതണം, അതാണ് ഏറ്റവും വലിയ സ്ക്രിപ്റ്റ്. അത് വായിച്ച് അവൾക്ക് നമ്മളോട് പ്രണയം തോന്നണം, അല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അങ്ങനെ എഴുത്തുണ്ടോ? ഇല്ല. ഇപ്പോൾ സെല്ലിലൂടെ ഐ ലവ് യു ഡാ എന്ന് ചോദിച്ചാൽ ഒന്നി നോ ഡാ അല്ലെങ്കിൽ യെസ് ഡാ. ഈ ഫോണിൽ കൂടെയുള്ള സംഭവങ്ങളാണ്. അപ്പം ആ ലിറ്ററേച്ചർ എന്ന് പറയും. ഇപ്പോൾ സിനിമയിൽ തന്നെ ഇപ്പം MD എഴുതിയ നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണ് എന്ന് ഇപ്പോൾ ഒരു കാമുകം പറഞ്ഞാൽ തിയേറ്ററിൽ പോവും. അവൻ ആ ലിറ്ററേച്ചർ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇത് കൊളോക്കലായത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ എഴുത്തുകാർക്ക് വലിയ വിഷമങ്ങൾ, നല്ല 4 സെൻറ്റൻസ് പറഞ്ഞാൽ ഓവർ സാഹിത്യമായി പോയി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സംഭവം വന്നു. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ളത് ഗാനരചനയിലാണ്, ലിറിക്സിൽ. കവിത്വമുള്ള ലിറിക്സ് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ശബ്ദങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വളരെ മ്യൂസിക് ഭയങ്കരമായിട്ട് അടിച്ചു കയറുന്ന ഭയങ്കര ശബ്ദകോലാഹലം പോലുള്ള ഗാനങ്ങളല്ലാതെ, നമ്മൾ പണ്ടൊക്കെ ഒരു സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ആ പാട്ട് പാടാൻ പറ്റുമായിരുന്നു. ആ സിനിമ കണ്ടേച്ച് ഇറങ്ങുമ്പോൾ തന്നെ 4 വരി നമ്മളപ്പം മൂളുമായിരുന്നു. അപ്പം തിയേറ്ററിൽ കൂടെ തന്നെ നമുക്ക് നമ്മുടെ തലയിൽ കയറുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പാട്ട് പറയാൻ വല്ലപ്പോഴും ഒരെണ്ണം വരുന്നതേ ഉള്ളൂ. ഇനി ഏറ്റവും എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളത്, ഈ ഗാനരചയിതാക്കളും പറഞ്ഞിട്ടുണ്ട്, കവിത്വമുള്ള സാധനം അവർക്ക് വേണ്ട. മ്യൂസിക് ഡയറക്ടേഴ്സ് ഏറ്റവും വിഷമിക്കുന്നത് ഒരു ശാസ്ത്രീയ സംഗീതം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനെയുള്ളൊരു സംഭവം വേണ്ട എന്ന് ഡയറക്ടർ പറയുന്നത് നമുക്കൊന്നും ചെയ്യാവത്തില്ല. ആ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ്. അത് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയ തലമുറ പോലും പഴയ പാട്ടുകൾ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ കഥയുടെ രൂപത്തിലൊക്കെ ഒരു ഇൻസിഡൻ്റ് എടുത്ത് അതിനെ അങ്ങ് വലുതാക്കുക, അല്ലാതെ ഒരു സംഭവം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ കഥ. ചില ഞാൻ തിരിച്ചൊരു കാര്യം പറയാം, നല്ല ഗംഭീര മിടുക്കന്മാരായ ഡയറക്ടേഴ്സുണ്ട്, നല്ല പടങ്ങളുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം IFFKയുടെ ജൂറിയിലുണ്ടായിരുന്നു, മലയാള സിനിമ ടുഡേ എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ വരുന്ന സിനിമകൾ കൊമേഴ്ഷ്യൽ സിനിമയേക്കാൾ കൂടുതൽ വരുന്നത് ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം എടുക്കപ്പെടുന്ന സിനിമകളാണ്. അപ്പോൾ അതിൻ്റെ വലിയൊരു കഷ്ടത അതിനകത്തുള്ളത്, ഞങ്ങളിത് ഫിലിം ഫെസ്റ്റിവലിന് എടുത്തില്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലിലും വരത്തില്ല, തിയേറ്ററിലും വരത്തില്ല. കാരണം ഒറ്റ ആർട്ടിസ്റ്റ് ഇല്ല, എല്ലാം ന്യൂ ഫേസ്, ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ന്യൂ ഫേസസ് നമ്മൾ കണ്ടു. ആരാ നമുക്കറിയത്തില്ല. ഈ കാശ് അതുപോലെ വെള്ളത്തിൽ പോകും. അപ്പോൾ എത്ര പേരുടെ കാശാണ് ഇതിന് പോകുന്നത്? അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആൾ വരാൻ വലിയ പാടാണ്. കാരണം ഒരു വെള്ളിയാഴ്ച 4 പടം ഇറങ്ങും, പുതുമുഖങ്ങൾ മാത്രം അഭിനയിക്കുന്ന പടം, ബാക്കി എല്ലാം അറിയപ്പെടുന്ന 3 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം ടിക്കറ്റ് നാച്ചുറലി കയറി അങ്ങ് അതിന് പോകും. അപ്പോൾ ഇത് ഓരോ ആഴ്ച ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, 2 ദിവസം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഹോൾഡ് ഓവറായി പോകും. അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ കാണാതെ പോകുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളിപ്പോൾ കിഡ് ഗി ഗാവ് എന്ന് പറഞ്ഞ പടം കൊണ്ട് ഗംഭീരമായ സിനിമയുണ്ട്. അല്ലെങ്കിൽ മറ്റേ എബ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, നല്ല തിയേറ്ററിൽ എത്രമാത്രം ഓടും എന്ന ജിയോ ബേബിയുടെ ഒരു പടമാണ്. അപ്പം നല്ല ഡയറക്ടേഴ്സ് ഇല്ലെന്നല്ല, നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്, നല്ല സിനിമകളും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പണ്ട് പറഞ്ഞ ആ സ്ട്രക്ചർ സിനിമയുടെ മാറി, കഥാതന്തു മാറി. പിന്നെ അപ്പൻ, അമ്മ, ആങ്ങള, അനിയൻ, ചേട്ടൻ എന്നൊക്കെയുള്ള ആ ബന്ധങ്ങളിൽ നിന്നും പയ്യെ മാറാൻ തുടങ്ങി. അപ്പം അതൊക്കെ അതൊരു ബന്ധങ്ങളിലുള്ള ക്ഷയമുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതുണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം പ്രായഞ്ചൻ, ഞാൻ തന്നെ പറ്റി നമ്മൾ ഇതിനകത്ത് കാണുന്നില്ലേ, പ്രായഞ്ചെന്ന അമ്മ റോഡിൽ കൊണ്ട് ഇറക്കിയിട്ട് കാറിൽ കയറി പോകുന്നവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ തന്നെ എനിക്ക് ഭയങ്കര വേദന തോന്നിയൊരു കാര്യം പറയാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, വാരണാസിയിൽ ഞാനൊരു പടം ചെയ്തു, ബനാറസ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അപ്പം അമ്മയ്ക്ക് കാശി കാണണമെന്ന് എല്ലാ അമ്മമാർക്കും ആഗ്രഹമാണ്. കാശി അവിടെ പോയി തൊഴണമെന്നാണ്. ഞാൻ അവിടെ നേരിട്ട് കണ്ടതല്ലേ പറയുന്നത്. ഒരുപാട് മക്കൾ, ആൺപിള്ളേർ അമ്മയെ കാശി കാണിക്കാൻ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടെല്ലാം കാണിച്ച്, അപ്പം ഞാൻ ദോശ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഒറ്റ പോക്കാവൻ. അവൻ ട്രെയിൻ കയറി പോരുക, അമ്മയെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട്. ഒരുപാട് അമ്മമാരുണ്ട് അവിടെ. നമ്മൾ കണ്ണ് നിറഞ്ഞു കേട്ടോ. അവൻ എന്നെങ്കിലും വരുമായിരിക്കും എന്നാണ് ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നത്. അവൻ വരത്തില്ല. പിന്നെ അവർ ഇവിടെ കിടന്ന് മരിച്ചാൽ മോക്ഷമാണല്ലോ എന്നുള്ള സമാധാനത്തിൽ അവരോട് ജീവിക്കുന്നത്. കാരണം ഹിന്ദു ഫിലോസഫിയിൽ അങ്ങനെയാണല്ലോ. വാരണാസിയിൽ അവിടെ കുളിക്കുകയും അവിടെ കിടന്ന് മരിച്ച് അവിടെ സംസ്കരിക്കപ്പെട്ടാൽ മോക്ഷം എന്നുള്ള അപ്പം അങ്ങനെ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ ആ ലെവലിലേക്ക് തരം താണു. കാരണം പ്രായം ചെന്ന് അപ്പനും അമ്മയും നോക്കാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറ വന്നു കഴിഞ്ഞു. അല്ല, ആ മരുമോള് പറഞ്ഞു കഴിഞ്ഞു, ഈ നാശത്തിനെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് വരരുതെന്ന്.
അപ്പോൾ അത് ഭയങ്കര ഭയങ്കര നമ്മുടെ കൾച്ചറിൽ വന്നിരിക്കുന്ന ഒരു വലിയ ബലക്ഷയം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഇന്ന് ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞ പ്രൊഫഷനിൽ ഏറ്റവും സേഫായിട്ട് നിൽക്കുന്നത് ആർട്ടിസ്റ്റുകളാണ്. അവർക്ക് എങ്ങനെ പോയാലും ഒരു പടം എങ്ങനെ വന്നു കഴിയും. ഈ റൈറ്ററും ഡയറക്ടറും എന്ന് പറയുന്ന ആളുടെ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഒരു ഭാവി വളരെ അനിശ്ചിതമായി നിൽക്കുന്നൊരു കാര്യമുണ്ട്. ഒരു പടം ഓടിയാൽ അടുത്ത പടം അവൻ എങ്ങനെയെങ്കിലും ഉടനെ കിട്ടി. ആ പടം ഓടിയില്ലെങ്കിൽ പിന്നെ അയാൾ വേറൊരു പടം സംവിധാനം ചെയ്യുമോ ഇല്ലയോ എന്ന് ഒരു ഷുവറിറ്റി ഇല്ല. കാരണം ഇഷ്ടംപോലെ ഡയറക്ടർ എല്ലാ വെള്ളിയാഴ്ചയും ഇഷ്ടംപോലെ പടങ്ങൾ ഇറങ്ങുകയാണ്. ആരാ സംവിധായകൻ, ആരാണ് അതിൻ്റെ റൈറ്റർ എന്ന് ആർക്കെങ്കിലും അറിയാമോ? അടുപ്പിച്ച് 2-3 പടം ഹിറ്റാകുമ്പോൾ മാത്രമാണ് ആ സംവിധായകനെ നമ്മൾ ഓർത്ത് വെക്കുന്നത്, അല്ലെ ആ റൈറ്ററെ. ഞാനൊക്കെ മഹാഭാഗ്യവന്മാരാണ്. ഞാൻ ചെറിയ കൽപ്പോടി ലോകം മുഴുവൻ അറിഞ്ഞത് അന്നത്തെ കുറേ പടങ്ങൾ ഇതങ്ങ് അറിഞ്ഞു. ഇപ്പം 4-5 സൂപ്പർ ഹിറ്റ് അടിച്ച് ആരാന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പേര് സിനിമ കോളേജിൽ പഠിപ്പിക്കുന്നു. സിനിമയോടുള്ള ഗ്ലാമറിൻ്റെ പുറത്ത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ 100 കണക്കിന് ചെറുപ്പക്കാരാണ് ഇതിലേക്ക് വരുന്നത്. എത്ര പേര് രക്ഷപ്പെടും എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പം 100 പേര് ഗൾഫിൽ പോയാൽ 10 പേര് തിരിച്ചു വരുമായിരിക്കും. പക്ഷെ എന്ന് പറയുന്നവരാണ് 100 പേര് ഇതിന് പോയാൽ 10 പേര് കയറും, 90 പേര് തിരിച്ചു വരും, ഒന്നും അല്ലതായി പോകും. നമ്മൾ ചിലപ്പോൾ ഒരു പടം ഹിറ്റ് ഓടി, 2 പടം ഓടി, നമ്മൾ നമ്മൾ ഫേമസ് ആയി, നല്ലൊരു കല്യാണം കഴിച്ച് 2 പിള്ളേരായി, പിന്നെ ഒരു സിനിമ ഇല്ലെങ്കിൽ ചിലപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വരുമാനമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരുള്ളപ്പോൾ നിങ്ങൾ പഠിച്ച് വേറെ പ്രൊഫഷൻ നിങ്ങളിൽ കാണണം. എങ്ങാണം ഇപ്പം എൻ്റെ കാര്യം ഞാൻ വളരെ തുറന്നു പറയുന്ന ആളാണ്. എനിക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഞാനൊക്കെ പണ്ടേ ഭയങ്കര ബിസിയായിട്ട് ഇവിടെ ഇങ്ങനെ മെഡ്രാസിലൊക്കെ ഏതാണ്ട് 5-6 മാസമൊക്കെ മെഡ്രാസിലായിരുന്നു. അങ്ങനെ കാലഘട്ടമൊക്കെ മോഹൻലാലിൻ്റെ അടുപ്പിച്ച് 3 പടമൊക്കെ ചെയ്തിട്ടുണ്ട്. മിന്നാരം, നിർണയം. നിർണയം അത് ഞാൻ പറയാൻ പറ്റും. എനിക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റിയതുകൊണ്ടാണ് നിർണയം എഴുതാൻ പറ്റിയത്. അത് ഒരു ടോട്ടലി മെഡിക്കൽ സബ്ജക്റ്റാണ്. കിഡ്നി മാഫിയൊക്കെ ആയിട്ട് അത് ഒരു ഇംഗ്ലീഷ് പടം എന്നെ കാണിച്ച് അത് കണ്ട് കോപ്പി അടിച്ചതാണ്. ഞാനിവിടെ സത്യമായിട്ട് പറയും. അത് മാത്രമേ കോപ്പി അടിച്ചത്. പക്ഷെ അതും ഫസ്റ്റ് ഹാഫ് മുഴുവൻ എൻ്റേതാണ്, സെക്കൻഡ് ഹാഫ് മാത്രമാണ്. അത് സംഗീത് ശിവനാണ്, സന്തോഷം. അവരൊക്കെ ഈ ഇംഗ്ലീഷ് പടങ്ങളുടെ ആൾക്കാരാണ്. അപ്പോൾ ആയിക്കോട്ടെ. ഹാരിസൺ ഫോർഡ് അഭിനയിച്ച ഫിജിറ്റീവ് എന്ന് പറയുന്ന പടം എന്നെ ഇട്ട് കാണിച്ചിട്ടാണ് ഞാൻ മാക്സിമം അതല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ. അപ്പം എൻ്റെ പോയിന്റ്, ഞാൻ പണ്ടെങ്ങനെ ഭയങ്കര ബിസിയായിട്ട് മെഡ്രാസിൽ താമസിക്കുന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും വരത്തില്ല. അപ്പം ഞാൻ ഹോട്ടലിലോട്ടൊന്നും അധികം പോകത്തില്ല. ഞാൻ എഴുതാൻ ജനിച്ചവനല്ലേ. നമ്മളെന്തിനാണ് ഈ ഹോട്ടൽ ബിസിനസ്? ഇപ്പോൾ അപ്പൻ്റെ പടം നോക്കി ഇങ്ങനെ സ്തുതിക്കും, ഇതില്ലായിരുന്നെങ്കിൽ എന്ന് പട്ടിണിയായി പോയെന്ന് അറിഞ്ഞാൽ മതി. പരമായി സത്യമാണ് പറയുന്നത്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു പീരീഡ് ഉണ്ട്. അടുത്ത പീരീഡ് വന്നു, അടുത്ത റൈറ്റേഴ്സ് വന്നു, അടുത്ത ഡയറക്ടേഴ്സ് വന്നു, പുതിയ അവർക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പം എനിക്ക് തന്നെ വേണുനാഗവള്ളി, മുരളി, മോഹന, അപ്പോൾ നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ് എല്ലാവരും മരിച്ചുപോയി. അപ്പോൾ പുതിയൊരു ബന്ധം, പുതിയൊരു പയ്യനുമായിട്ട് അവർക്ക് ചെറിയ സാർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുക. അവർക്ക് നമ്മളോട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. കാരണം അവർക്ക് എടാ പോടാന്ന് വിളിക്കുകയും അവരുടെ കൂടെ ഇരുന്ന്, അപ്പോൾ അവർക്ക് നമ്മൾ സീനിയറാണ്. അപ്പോൾ നമ്മളെ അവർ ചായ തരും, സാറിൻ്റെ ഫാനാന്ന് പറയും. പക്ഷെ നമുക്ക് പടം നമ്മളോട് അസോസിയേറ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അപ്പം ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ എന്ത് ചെയ്തേനെ? ഈ ഒരു ബിസിനസ് അപ്പൻ ഉണ്ടാക്കി തന്നില്ലായിരുന്നെങ്കിൽ, കൽപ്പവാടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആരുമല്ല. പിന്നെ സാമ്പത്തികമായി എനിക്ക് ആ പേര് പറയുന്നില്ല, ഒരുപാട് പേര് അവസാനം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അടുത്ത തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച് നിങ്ങളുടേതായ ഒരു പ്രൊഫഷൻ ഉണ്ടാക്കിയെടുക്കണം. എങ്ങാണം സിനിമയിൽ പോയി ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 3 കാര്യങ്ങൾ ഒക്കുമ്പോഴാണ് ഒരാൾ സക്സസ്ഫുൾ ആകുന്നത്. 1, സ്വന്തമായ കഴിവ്. 2, അതിന് വേണ്ടിയുള്ള ഭയങ്കരമായ പ്രയത്നം. 3-മത്തൊരു സാധനമുണ്ട്, അന്ധവിശ്വാസം പറയല്ല, ഭാഗ്യം. ഈ സാധനം ഇല്ലാതെ ഒരുപാട് പേരുടെ പേര് ഞാൻ വേണേൽ പറഞ്ഞുതരാം. കഴിവുണ്ടായിട്ട് പ്രയത്നം, അത് ദൈവത്തിൻ്റെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ചിലർ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയവരില്ലേ, അതങ്ങനെയുണ്ട്. അതുകൊണ്ട് സ്വന്തമായി പഠിക്കുകയും വേറെ പ്രൊഫഷൻ കണ്ടെത്തുകയും ഇത് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യും. എങ്ങാണം ഇത് വിട്ടുപോയാൽ തിരിച്ച് ഫോൾ ബാക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ജീവിതം പരാജയമായി പോകും. എനിക്കിന് ഒരുപാട് ചെറുപ്പക്കാരെ എനിക്ക് അറിയാവുന്നവരുണ്ട്. ഒരു പടം ചെയ്തു, പിന്നെ പടം ചെയ്തിട്ടേ ഇല്ല ഇതുവരെ. പുതിയൊരു തലമുറ എന്ന് പറഞ്ഞാൽ അവർ ഹിറ്റ് മേക്കേഴ്സിൻ്റെ പുറകെയാണ്. കഴിഞ്ഞ പടം പൊട്ടിക്ക് പിന്നെ അവന് ഡേറ്റ് കൊടുക്കത്തില്ല, കാരണം വേറെ ഒരുപാട് പേര് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു വലിയ അപകടം ഇനി പുതിയ തലമുറയോട് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റാണ്. കഥയായിട്ടും തിരക്കഥയായിട്ടും ഒക്കെ 15 സിനിമകൾ എഴുതി. അത് ഏറ്റവും ഇഷ്ടമുള്ള ഏതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലാൽ സലാമിനോട് നമുക്കൊരു അടുപ്പം വരുമല്ലോ. അതുപോലെ പക്ഷേ അതുപോലെ ഞാൻ എഴുതിയ സൂപ്പർ ഹിറ്റ് ഒന്നും ആയില്ലെങ്കിൽ സാക്ഷ്യം എന്ന് പറയുന്ന സിനിമയുണ്ട്, വളരെ മോഹൻ ഡയറക്റ്റ് ചെയ്തത്.
അത് ഒരു റൈറ്റിംഗ് എന്നുള്ള നിലയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഫ്ലാഷ് ബാക്സും ഒക്കെ ഒന്ന് നല്ലൊരു അതിൻ്റെ ഒരു ഫോർമാറ്റ് നല്ലതായിരുന്നു. പിന്നെ എല്ലാ സിനിമയും നമ്മൾ എഴുതുന്നപ്പോൾ ഏത് പിള്ളേർ നമുക്ക് 4 പിള്ളേരുണ്ടെങ്കിൽ ഏത് കുട്ടിയോട് ആ സ്നേഹം കൂടുതൽ ചോദിക്കുന്ന പോലെയാണ് നമ്മളെല്ലാം നമ്മുടെ കുട്ടികളല്ലേ. അതാണ് സിനിമയുടെ ഒരു അവസ്ഥ. പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് കാലഘട്ടം മാറി, ചേഞ്ചസ് വന്നു, പുതിയ തലമുറ വന്നു. ഇപ്പം നമ്മൾ ഡിസ്കഷൻ നടക്കട്ടെ. ഞാൻ അല്ലെങ്കിൽ ഹോട്ടൽ ബിസിനസ്സും എനിക്ക് ഇച്ചിരി ആത്മീയതയൊക്കെ താല്പര്യമുള്ളവരൊക്കെ അല്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി പ്രയറും കാര്യങ്ങളും വായനയൊക്കെ ആയിട്ട് സന്തോഷകരമായി ജീവിക്കുന്നു. തന്നത് ദൈവം ഈ തന്നതൊക്കെ എല്ലാം നല്ലത്. ഇതുവരെ ഇത്രയും തന്നല്ലോ എന്ന് ഓർത്ത് അതിനെ നമ്മൾ സന്തോഷമായിട്ടത് സ്വീകരിക്കുന്നു.